ഓം ശ്രീ സായിരാം. തത്വബോധം ക്ലാസ് നമുക്ക് തുടർന്ന് നോക്കാം. ഓം വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. ഇനി നമ്മൾ സൃഷ്ടിയുടെ ഭാഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അധ ചതുർവിംശതി തത്വോൽപത്തി പ്രകാരം വക്ഷ്യാമഹ എന്നാണ് തുടങ്ങുന്നത്. അധ ചതുർവിംശതി തത്വോൽപത്തി പ്രകാരം വക്ഷ്യാമഹ എന്നിട്ട് പറയുന്നു, ബ്രഹ്മാശ്രയ സത്വരജസ്തമോ ഗുണാത്മിക മായ അസ്തി. മായയെ കുറിച്ചുള്ള വിശദീകരണമാണ്. ബ്രഹ്മാശ്രയ സത്വരജസ്തമോ ഗുണാത്മിക മായ അസ്തി. അങ്ങനെ ഒരു മായ ഉണ്ട്. സത്വരജതമോ ഗുണത്തോടു കൂടിയ ബ്രഹ്മാശ്രയ, ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നതായ മായ ഉണ്ട് എന്ന് പറഞ്ഞാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങുന്നത്. ഇവിടെ ചോദ്യമൊന്നുമില്ല. നേരത്തെ ഉള്ള ചോദ്യം കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഭഗവാൻ തന്നു. ഇനി ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഗുരു പറയുകയാണ്. ഗുരു തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ശിഷ്യന്റെ മനസ്സിൽ എന്തുണ്ടെന്ന് ഗുരുവിന് അറിയാം. എന്തൊക്കെയാണ് അവന് അറിയേണ്ടത്, അവന്റെ ഉള്ളിൽ എന്ത് സംശയം ഉണ്ടായിരിക്കും എന്നുള്ളത് ഗുരുവിനെ വ്യക്തമായിട്ട് അറിയാം. അതാണ് ശരിയായിട്ടുള്ള ഗുരു. അദ്ദേഹം തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഥ എന്നിവിടെ പറയുന്നത് ജീവനെ പറ്റിയുള്ള വിചാരം ചെയ്ത ശേഷം, നമ്മൾ ഇത്രയും ജീവനെ പറ്റിയുള്ള വിചാരമാണ് ചെയ്തത്. എങ്ങനെയൊക്കെ ചെയ്തത്? 3 ശരീരത്തെ കുറിച്ച് പറഞ്ഞു, അവസ്ഥാത്രയത്തെ കുറിച്ച് പറഞ്ഞു, അതായത് ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്നുള്ള 3 അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു, പിന്നെ പഞ്ചകോശങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെ ജീവനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഗുരുവിൽ നിന്ന് കേട്ടത്. ഇനി 24 ഘടകങ്ങളോട് കൂടിയ, അതാണ് ചതുർവിംശതി എന്ന് പറയുന്നത്. 24 ഘടകങ്ങളോട് കൂടിയ സൃഷ്ടിയെ പറഞ്ഞു തരുന്നു. അപ്പൊ ജീവനെ മനസ്സിലാക്കി, ഇനി 24 ഘടകങ്ങളോട് കൂടിയ സൃഷ്ടിയെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം അത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. അപ്പോൾ ആ സൃഷ്ടിയെ പറഞ്ഞു തരികയാണ്, ക്രിയേഷനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. തത്വോൽപത്തി പ്രകാരം എന്ന് പറയുമ്പോൾ, പ്രകാരം എന്ന് പറഞ്ഞാൽ മെത്തേഡ് എന്നാണ് അർത്ഥം. ഒരു മെത്തേഡ്. എന്താണ് ആ സൃഷ്ടിയുടെ മെത്തേഡ്? എങ്ങനെയാണ് സൃഷ്ടി നടന്നത്? അതിന്റെ കാര്യത്തെ കുറിച്ചാണ് ഇനി വിശദമായിട്ട് പറയാൻ പോകുന്നത്. അതായത് 24 തത്വങ്ങൾ എങ്ങനെ ഉണ്ടായി, ഒരു ഓർഡർ, 1 by 1 എങ്ങനെയാണ് ആ സൃഷ്ടി ഇങ്ങനെ വന്നത് എന്ന് ശാസ്ത്രം പറയുന്ന ആ രീതിയാണ് പറഞ്ഞു തരുന്നത്. വക്ഷ്യാമഹ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് ചതുർവിംശതി തത്വോൽപത്തി പ്രകാരം ആണ്. 24 ഘടകങ്ങൾ ഉണ്ടായ ആ മെത്തേഡിനെയാണ് ഇനി ഞാൻ വക്ഷ്യാമഹ പറയാൻ പോകുന്നത്. അപ്പോ സൃഷ്ടി വിചാരം പറയുന്നു. അതായത് നമ്മൾ കണ്ട് അനുഭവിക്കുന്ന എല്ലാത്തിൻ്റെയും സൃഷ്ടി എങ്ങനെ ഉണ്ടായി. അപ്പോ ഇതാണ് തത്വബോധത്തിന്റെ ഒരു പ്രത്യേകത. ബേസിക് ആയിട്ട് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതെല്ലാം പറഞ്ഞു തരും. അപ്പോഴേ നമുക്ക് ഉപനിഷത്ത് പോലെയുള്ള വലിയ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ നല്ല രീതിയിൽ. അപ്പോ ഇവിടെ പറയുന്നത് ഇനി സൃഷ്ടിയെ കുറിച്ച്, ഇപ്പോ ജീവനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നല്ലോ. നമുക്ക് ശരിക്കും മനസ്സിലായല്ലോ ശരീരം എന്താണ്, സ്വപ്നം കാണുന്നത് എന്താണ്, സുഷുപ്തി എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലായി. അതേപോലെ സൂക്ഷ്മ ശരീരമുണ്ട്, കാരണ ശരീരമുണ്ട്, പിന്നെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന ഈ ശരീരം സ്ഥൂല ശരീരമാണ്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു നമ്മളെ ഭംഗിയായിട്ട്. ഇനി അത് നമ്മൾ ഈ കാണുന്ന, നമ്മളല്ലാതെ പുറത്ത് കാണുന്ന എല്ലാത്തിനെയും കുറിച്ച് മനസ്സിലാക്കണമല്ലോ നമുക്ക്. എന്നിട്ട് വേണം നമ്മളെയും കൂടെ മനസ്സിലാക്കിയിട്ട് ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ അറിയാനായിട്ട്. അപ്പൊ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നതെല്ലാം എവിടുന്നുണ്ടായി, എങ്ങനെയുണ്ടായി, എന്താണ് അതിന്റെ അടിസ്ഥാന തത്വം, അതിലേക്കാണ് ഇനി ആചാര്യൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിന്റെ മെത്തേഡ്, എല്ലാത്തിനും ഒരു മെത്തേഡ് ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു വഴിയാണ്. ആ വഴിയും കൂടെ പറഞ്ഞു തരും. അപ്പൊ 24 പിരിക്കുന്നത്. ഈ ഉണ്ടായ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ 24 അംശമായിട്ട് തിരിക്കുന്നു.
ഇതുവരെ വിചാരം ചെയ്തത് വ്യഷ്ടി എന്ന് പറയും. അതായത് നമ്മളെ കുറിച്ചുള്ള വിചാരമാണ് ചെയ്തത്, ജീവനെ കുറിച്ചുള്ള വിചാരമാണ് ചെയ്തത്. അതിനെ വ്യഷ്ടി എന്നാണ് സംസ്കൃതത്തില് പ്രത്യേകിച്ചും ആധ്യാത്മിക പഠനത്തിലൊക്കെ പറയുക. വ്യഷ്ടി, ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള പഠനം, അതാണ് വ്യഷ്ടി. പിന്നെ നമ്മുടെ ഉടല്, മനസ്സ്, ഇവയുടെ കാരണമായ കാരണശരീരം, പഞ്ചകോശം, നമ്മുടെ അവസ്ഥകള് എന്നിവയൊക്കെ ഇൻഡിവിജ്വലിനെ ബാധിക്കുന്നതാണ്. അതാണ് വ്യഷ്ടി എന്ന് പറയുന്നത്. ഇനി എവിടെയെങ്കിലും ഒരു വ്യഷ്ടി എന്നുള്ള വാക്ക് കേട്ടാൽ മനസ്സിലാവണം, അതൊരു ഇൻഡിവിജ്വലിനെ കുറിച്ച് പറയുന്നതാണ്, ജീവനെ കുറിച്ച് പറയുന്നതാണ്, ശരീരത്തെ കുറിച്ച് പറയുന്നതാണ്, മനസ്സിനെ കുറിച്ച് പറയുന്നതാണ് എന്ന് ഓർക്കണം. അതിനുശേഷമോ പിന്നെ ഇപ്പോൾ വരുന്നത്, ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് സമഷ്ടിയെ കുറിച്ചാണ്. അതായത് ടോട്ടൽ എല്ലാത്തിനെ കുറിച്ച്, ഈ കാണുന്ന ലോകത്തിൽ കാണുന്ന എല്ലാത്തിനെ കുറിച്ചും സമഷ്ടി മൊത്തം കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നോക്കുന്നത്. അപ്പൊ വ്യഷ്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിനും, സമഷ്ടി എന്ന് പറഞ്ഞാൽ സർവവും, പുറത്ത് കാണുന്ന സകലത്, അതാണ് സമഷ്ടി. അപ്പൊ സമഷ്ടിയെ പറ്റി നോക്കുമ്പോൾ, സൃഷ്ടിയെ പറ്റി പറയുമ്പോൾ സൃഷ്ടിച്ചവനെ കുറിച്ചും പറയണ്ടേ? അവിടെയാണ് അതിന്റെ രസം. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ, സമഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആരാണോ അത് ഉണ്ടാക്കിയത്, ആരാണോ അത് സൃഷ്ടിച്ചേ, അതിനെക്കുറിച്ചും അവരെക്കുറിച്ചും നമുക്കറിയണമല്ലേ? അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ, പൂർണ്ണമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോ ഈ വിചാരത്തില്, ഇനിയിപ്പോ ഗുരു നമുക്ക് പറഞ്ഞു തരുന്ന വിചാരത്തില് സമഷ്ടിയെക്കുറിച്ചുള്ള വിചാരം ചെയ്യുമ്പോൾ ഈ സൃഷ്ടി എന്നുള്ളതിനെ വിശദമായി പറയുന്ന സമയത്ത് തന്നെ ആരാണ് സൃഷ്ടിച്ചത്, എവിടുന്നാണ് ഇത് ഉണ്ടായത്, ആരാണ് ഇതിന്റെ പുറകിൽ, ആരാണിത് ചെയ്തത്, അതും കൂടെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോ സൃഷ്ടി വിചാരത്തിൽ എന്തൊക്കെയുണ്ട്? കാണുന്ന ലോകത്തെ കുറിച്ചുള്ള വിചാരവുമുണ്ട്, ഈശ്വര വിചാരവുമുണ്ട്. നമുക്കറിയാലോ, സൃഷ്ടിച്ചത് ആരാണെന്ന് ഒറ്റവാക്കി നമ്മൾ പറയുകയാണെങ്കിൽ ആരാണ് പറയുക? നമ്മള് ഈശ്വരന്റെ സൃഷ്ടിയാണ് ഇതെല്ലാം എന്നല്ലേ നമ്മൾ പറയുക. അപ്പോ ഈശ്വര വിചാരവും കൂടി ഇതിനകത്ത് വരും. നേരത്തെ വന്നത് ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള, നമ്മളെ കുറിച്ചുള്ള വിചാരം. ഇവിടെ സൃഷ്ടി വിചാരവും അതിനകത്തുള്ള ഈശ്വര വിചാരവും ആണ് ഇവിടെ ഇനി വരാൻ പോകുന്നത്. അപ്പോ ലോകമുണ്ടായി എന്ന് പറയുമ്പോ എവിടെ നിന്നും ഏതിൽ നിന്നും ഉണ്ടായി എന്ന് നോക്കണമല്ലോ. ലോകം ഉണ്ടായി, നമ്മൾ അങ്ങനെ പറയും, ലോകമുണ്ടായി. ശരി, എവിടെ നിന്നും ഉണ്ടായി, ഏതിൽ നിന്നാണ് ഉണ്ടായത്? അപ്പോ പല മതങ്ങള് പല അഭിപ്രായം പറയുന്ന ഒരു രംഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടായതിനെ കുറിച്ച് ഓരോ മതങ്ങളും ഓരോ അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ നിൽക്കുന്നത്. ഓരോ മതഗ്രന്ഥങ്ങളിലും ഓരോ രീതിയിലാണ് നിൽക്കുന്നത്. നമ്മൾ നമ്മുടെ ഹിന്ദുമത പ്രകാരമുള്ള, അദ്വൈത സിദ്ധാന്ത പ്രകാരമുള്ള ആ വഴിയെ കൂടെയാണ് നമ്മൾ ഇനി സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോ അദ്വൈത സിദ്ധാന്ത പ്രകാരം ശരിക്കും ഈശ്വരൻ എന്നാൽ സൃഷ്ടികർത്ത എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നമ്മുടേതായ ഒരു വഴിയുണ്ടല്ലോ. ഈ വഴിയിൽ സൃഷ്ടികർത്ത എന്ന ആളാണ് ഈശ്വരൻ. പിന്നെ ഇവിടെ വരുന്ന വാക്കെന്താണ്? രണ്ടാമത്തെ വരിയില് ബ്രഹ്മാശ്രയ സത്വരജസ്തമോ ഗുണാത്മിക മായ അസ്ഥി എന്നാണ്. അപ്പൊ ബ്രഹ്മാശ്രയ എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചു അല്ലെ? ഇത് അറിയാൻ, ഇത് പഠിക്കണമെങ്കിൽ ഈ ബ്രഹ്മാശ്രയ സത്വരജത്തമോ ഗുണാത്മിക മായാസ്തി എന്ന ആ പദത്തിന്റെ വിശദമായ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ചില അടിസ്ഥാന കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. എന്നാലേ നമ്മൾ അതിലേക്ക് ചെല്ലുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോ ആ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് പഠിക്കാം. വ്യഷ്ടിയെ മനസ്സിലായാലോ? വ്യഷ്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരണേ ഇൻഡിവിജ്വൽ. വ്യഷ്ടിയെ കുറിച്ച് ആ ഒരു ഉദാഹരണം, വ്യഷ്ടിയെ ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ സമഷ്ടിക്ക് പോകാം. അതാണ് ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നൊരു വഴി. വ്യഷ്ടിയെ ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് സമഷ്ടിക്ക് പോകാം. അതായത് സ്ഥൂല ശരീരത്തെ പറ്റിയും മനസ്സിനെ പറ്റിയും പറയുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും ഇല്ലേ? നമ്മുടെ ഈ സ്ഥൂല ശരീരത്തെക്കുറിച്ചും നമ്മുടെ മനസ്സിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാവും. അതുകൊണ്ട് ആ വഴിയിൽ കൂടെയാണ് പോകുന്നത്. ഉദാഹരണമായിട്ട് ഇവിടെ വളരെ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് ആചാര്യൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഒരു കൺസെപ്റ്റ് ആയിട്ടേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു കൺസെപ്റ്റ്, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാലേ ഈ വേദാന്തം
ഞാൻ പറയുന്നത്. ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇത് മനസ്സിലാക്കുക. അതായത് 3 ശരീരങ്ങൾ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം. 3 ശരീരങ്ങൾ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ എന്ന് നാം പഠിച്ചു. അതായത് ഗ്രോസ് ബോഡി, സബ്റ്റിൽ ബോഡി, ദെൻ സീഡ്, ഇത്രയും നമ്മൾ പഠിച്ചു. അതായത് വാസനാരൂപം എന്ന കാരണ ശരീരത്തെ സീഡ് അഥവാ വാസനാരൂപം എന്ന് പഠിച്ചു. ആഴ്ന്ന ഉറക്കത്തിൽ കാരണ ശരീരത്തിൽ ഇരിക്കുന്നു എന്നും പഠിച്ചു. ആഴ്ന്ന ഉറക്കത്തിൽ നമ്മൾ പോയി ലയിച്ചിരിക്കുന്നത് കാരണ ശരീരത്തിൽ. അപ്പോൾ അജ്ഞാനവും ആനന്ദവും ആണ് എന്നും പഠിച്ചു. അപ്പോൾ ആ സമയത്ത് അജ്ഞാനവും ഉണ്ട്, ആനന്ദവും ഉണ്ട് എന്ന് പഠിച്ചു. ഇവിടെ കാരണത്തിൽ നിന്ന് സൂക്ഷ്മം, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം, അങ്ങനെയല്ലേ ആ ബോഡിയുടെ സൃഷ്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? ശരീര സൃഷ്ടി എങ്ങനെയാന്ന് പറഞ്ഞത്? കാരണ ശരീരം, അതിൽ നിന്ന് സൂക്ഷ്മം, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം, അങ്ങനെയാണ് ഈ ശരീരത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് പഠിക്കുന്നത്. ഇതുപോലെ സമഷ്ടിയും 3ആയി തിരിക്കാം. അതാണ് ഉദാഹരണമായിട്ട് നമ്മളെ തന്നെ എടുക്കുന്നു എന്ന് പറയാൻ കാരണം. നമ്മുടെ ശരീരത്തെ എടുത്തു, ആദ്യം കാരണമുണ്ടായി, കാരണത്തിൽ നിന്ന് സൂക്ഷ്മമുണ്ടായി, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമുണ്ടായി. അതുപോലെ തന്നെയാണ് ഈ സകല പ്രപഞ്ചവും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ എളുപ്പമുണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. നമ്മുടെ ശരീര സൃഷ്ടി ഉണ്ടായ പോലെ തന്നെ എങ്ങനെ? കാരണം, കാരണത്തിൽ നിന്ന് സൂക്ഷ്മം, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം. അപ്പോ സ്ഥൂല പ്രപഞ്ചം മനസ്സിലായല്ലോ? സ്ഥൂല പ്രപഞ്ചം സ്ഥൂല ശരീരം പോലെ, പിന്നെ സൂക്ഷ്മ പ്രപഞ്ചം സൂക്ഷ്മ ശരീരം പോലെ, പിന്നെ കാരണ പ്രപഞ്ചം കാരണ ശരീരം പോലെ. ഇതില് സ്ഥൂല പ്രപഞ്ചം എന്നാൽ എന്താണ്? എന്താണ് സ്ഥൂല പ്രപഞ്ചം? ഒന്ന് ഓർത്ത് നോക്കുക. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതാണല്ലോ സ്ഥൂലമായിട്ട് കാണുന്ന പഞ്ചഭൂതങ്ങൾ. അതാണ് സ്ഥൂല പ്രപഞ്ചം. ഇതിന്റെ കോമ്പിനേഷനേ ഇവിടെ ഉള്ളൂ. ഇവിടെ ഉള്ളത് എന്തൊക്കെയാണ്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. അപ്പോ ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ സ്ഥൂല ശരീരം എന്നത് നമുക്ക് വരും. നമ്മുടെ ഈ സ്ഥൂല ശരീരം ഈ പഞ്ചഭൂത നിർമ്മിതമാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ നിന്നാണ് ഈ സ്ഥൂല ശരീരവും വരുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങളും സ്ഥൂല പ്രപഞ്ചത്തിൽപ്പെട്ടതാണ്. ആ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് നമ്മുടെ സ്ഥൂല ശരീരം വരുന്നത്. അപ്പൊ ഏതാണ്ട് ബന്ധം മനസ്സിലായല്ലോ? കാരണം, സൂക്ഷ്മം, സ്ഥൂലം, അത് തന്നെയാണ് ഇവിടെയും ഓർഡർ. അപ്പോ സൂക്ഷ്മ ശരീരമായ മനസ്സ്, അല്ലെ? മനസ്സ് സൂക്ഷ്മ ശരീരമല്ലേ? അപ്പൊ സൂക്ഷ്മ ശരീരമായ മനസ്സ് പോലെ സൂക്ഷ്മ പ്രപഞ്ചം സ്ഥൂല പഞ്ചഭൂതങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അതാണ് മനസ്സിലാക്കണം. സ്ഥൂല ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് സൂക്ഷ്മ ശരീരമുണ്ട്, മനസ്സ് തുടങ്ങിയ സൂക്ഷ്മ ശരീരമുണ്ട്. അതിൽ നിന്നാണ് പിന്നീട് സ്ഥൂലമായിട്ടുള്ള ശരീരം ഉണ്ടായത്. അപ്പോൾ സ്ഥൂല പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അല്ലാതെ പറ്റില്ലല്ലോ, ഉണ്ട്. അങ്ങനെയാണ് ആ സൃഷ്ടി വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോ സൂക്ഷ്മ പ്രപഞ്ചം ഉണ്ട് നേരത്തെ. ആ സൂക്ഷ്മ പ്രപഞ്ചത്തിൽ നിന്ന് പിന്നീട് സ്ഥൂല പ്രപഞ്ചം ഉണ്ടായി. അപ്പോ സ്ഥൂല പ്രപഞ്ചത്തിൽ എന്താണ് വരുന്നത്? എല്ലാ ശരീരവും വരും. നമ്മുടെ ശരീരം സഹിതം ഈ പ്രപഞ്ചത്തിലുള്ള സകലമായതും സ്ഥൂല പ്രപഞ്ചത്തിൽ ഉൾപ്പെടും. എല്ലാ ശരീരങ്ങളും സകലതും പെടും. ഇതിനകത്ത് പെടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതാണ് സ്ഥൂല പ്രപഞ്ചം. അതുപോലെ സൂക്ഷ്മ പ്രപഞ്ചത്തിലും എന്തായിരിക്കും? സകലമായ സൂക്ഷ്മ ശരീരങ്ങളും കാണും. എല്ലാം അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പൊ സൂക്ഷ്മ പ്രപഞ്ചത്തില് സകല സൂക്ഷ്മ ശരീരങ്ങളും കാണും. സ്ഥൂല പ്രപഞ്ചത്തില് സകല സ്ഥൂല ശരീരങ്ങളും ഉള്ളതുപോലെ സൂക്ഷ്മ പ്രപഞ്ചത്തില് സകലമായ സൂക്ഷ്മ ശരീരങ്ങളും ഉണ്ട്. ഇനി കാരണ ശരീരം, അവിടെ നിന്നാണല്ലോ സൂക്ഷ്മ ശരീരം ഉണ്ടാകുന്നത്. അപ്പോ കാരണ ശരീരം
സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾക്ക് കാരണമായതുപോലെ കാരണപ്രപഞ്ചം സൂക്ഷ്മ സ്ഥൂല പ്രപഞ്ചങ്ങൾക്ക് കാരണമാകും. ശരീരം പോലെ തന്നെ ശരീരം കാരണത്തിൽ നിന്ന് സൂക്ഷ്മം, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം. അതുപോലെ പ്രപഞ്ചം കാരണപ്രപഞ്ചം, അതിൽ നിന്ന് സൂക്ഷ്മ പ്രപഞ്ചം, അതിൽ നിന്ന് സ്ഥൂല പ്രപഞ്ചം. അപ്പൊ അതാണ് ഒരു കാരണമായിരിക്കുന്നു. അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? കാരണ ശരീരത്തില് ആഴ്ന്ന ഉറക്കത്തില് ലയിച്ചു നമ്മൾ. പിന്നീട് ഉണർന്ന് മനസ്സ് സ്ഥൂല ശരീരത്തിൽ പ്രവർത്തിച്ചു. അപ്പോ ലോകത്തെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങി. ആഴ്ന്ന ഉറക്കത്തില് കാരണ ശരീരത്തിൽ ലയിച്ചു. ഉണർന്നപ്പോൾ മനസ്സ് സ്ഥൂല ശരീരവുമായി ചേർന്ന് പ്രവർത്തിച്ച് ലോകത്തെ അനുഭവിക്കാൻ തുടങ്ങുന്നു. അതുപോലെ ഈശ്വരൻ സർവ്വതിനെയും സൃഷ്ടിച്ച് കുറച്ചു കാലം അത് തുടർന്നു. അങ്ങനെ തന്നെ ഇരുന്നു. കാരണാവസ്ഥയില് ഈശ്വരൻ എല്ലാത്തിനെയും സൃഷ്ടിച്ച് ഒരു കാരണ ബീജാവസ്ഥയില് എല്ലാം അവിടെ കുറെ കാലം ഇരുന്നു. പിന്നീട് നമ്മൾ ഉറക്കം ഉണർന്നു വരുന്ന പോലെ ആ സൃഷ്ടിയെ മതി, ഇനി ഉണരാം എന്നുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തുണ്ടാവുന്നു? നമ്മൾ ഉറക്കത്തിൽ ഉണരുന്ന പോലെ തന്നെ ആ സൃഷ്ടി ഒരു ഉണർവ് ഉണ്ടായിട്ട് സൂക്ഷ്മലോകവും സ്ഥൂല ലോകവും കാരണലോകത്തിൽ നിന്ന് വരുന്നു. അപ്പോ സൃഷ്ടി വേണ്ട എന്ന് തീരുമാനിച്ചു മുന്നോട്ട് പോകുമ്പോൾ എന്തുണ്ടാവും? ഇത് സൃഷ്ടി വേണമെന്ന് പറയുമ്പോൾ വിത്ത് രൂപത്തിലുള്ളതിൽ നിന്ന് സൂക്ഷ്മ പ്രപഞ്ചവും സ്ഥൂല പ്രപഞ്ചവും ഉണ്ടാവും. നമ്മള് എന്താ പറയാ, കാരണ ശരീരത്തിൽ നിദ്രയില് എല്ലാത്തിലും ലയിച്ച് ഇരുന്ന് അവിടെ നിന്ന് ഉണർന്ന് മനസ്സോട് സൂക്ഷ്മ ശരീരത്തോടു കൂടി പ്രവർത്തിച്ച് സ്ഥൂല ശരീരത്തിൽ പ്രവർത്തിച്ച് ലോകത്തെ അനുഭവിക്കുന്നത് പോലെ സൃഷ്ടിയും അങ്ങനെ തന്നെ ഉണ്ടായി. അതേപോലെ തിരിച്ചതുപോലെ എങ്ങനെയാണ്? എല്ലാത്തിനെയും അടക്കി നേരെ കാരണ ശരീരത്തിലോട്ട് പോയി ലയിക്കുന്ന പോലെ സ്ഥൂല ലോകവും സൂക്ഷ്മലോകവും കാരണലോകത്തിൽ ഒടുങ്ങുന്നു, ലയിച്ചിരിക്കുന്നു. അതിനെയാണ് പ്രളയം എന്ന് പറയുന്നത്. അതാണ് പ്രളയം വരുമ്പോൾ എല്ലാം ഒരു യുഗം തീരുമ്പോൾ പ്രളയം ഉണ്ടാകും എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. ഓരോ യുഗം തീരുമ്പോഴും പ്രളയം വരും എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് ഒടുങ്ങും, സൂക്ഷ്മത്തിൽ നിന്ന് കാരണത്തിലേക്ക് ഒടുങ്ങും. അത് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പോലെ തന്നെ. നമ്മൾ പകലെല്ലാം ജോലി ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോൾ ക്ഷീണിച്ച് കിടക്കും. കിടന്നു കഴിയുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ സൂക്ഷ്മത്തിൽ പ്രവേശിക്കും. ബാക്കി ഇന്ദ്രിയങ്ങളെല്ലാം ഉൾവലിഞ്ഞ് സൂക്ഷ്മത്തിലേക്ക് ചെല്ലും. സൂക്ഷ്മ അവസ്ഥയിൽ നിന്ന് അവിടെയും സൂക്ഷ്മേന്ദ്രിയങ്ങളെല്ലാം പിൻവലിച്ച് ഒടുങ്ങി കാരണ ശരീരത്തിൽ ചെന്ന് ലയിക്കുമ്പോൾ സുഖനിദ്ര. അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ പ്രളയം എന്ന അവസ്ഥയും. അപ്പോ പ്ര എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ടുള്ള പ്രലയം എല്ലാം. അതാണ് ഭഗവാന്റെ ഉറക്കം എന്ന് പറയാം. ഭഗവാന്റെ ഉറക്കം എന്ന് പറയാം പ്രളയത്തിന്. എല്ലാം തന്നിൽ ലയിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥ. ഇനി ഈ കാരണപ്രപഞ്ചത്തിന് ശാസ്ത്രത്തില് മായ എന്ന് പറയും. ഈ കാരണപ്രപഞ്ചത്തിന്റെ കൺസെപ്റ്റായിട്ട് എടുക്കാവൂ. ഈ കാരണപ്രപഞ്ചത്തിന് ശാസ്ത്രത്തില് മായ എന്ന് പറയുന്നു. കാരണപ്രപഞ്ചത്തിനെയാണ് മായ എന്ന് പറയുന്നത്. കാരണ ശരീരത്തിന് ഒരു വേറെ പേരുണ്ട്. എന്താണ് കാരണ ശരീരത്തിന് വേറെ പേര് പറഞ്ഞത്? അവിദ്യ. കാരണ ശരീരത്തിന്റെ വേറെ പേരാണ് അവിദ്യ. കാരണ പ്രപഞ്ചത്തിന്റെ വേറെ പേര് മായ. ഓർത്തോണം, കാരണ ശരീരത്തിന്റെ വേറെ പേര് അവിദ്യ, കാരണ പ്രപഞ്ചത്തിന്റെ വേറെ പേര് മായ. ഇനി നോക്കേണ്ടത് ഈ മായയുടെ തന്മ എന്ത്, മായയുടെ സ്വരൂപം എന്ത്, അതിന്റെ എന്താണ് മായ? മായയിൽ നിന്നെയാണ് സൂക്ഷ്മ പ്രപഞ്ചത്തെയും സ്ഥൂല പ്രപഞ്ചത്തെയും എല്ലാം ഉണ്ടാക്കിയത് ഈ മായയിൽ കൂടി തന്നെയാണ്. അപ്പൊ കാരണ ശരീരമാണ്, കാരണപ്രപഞ്ചമാണ് മായ. അതിൽ നിന്ന് സൂക്ഷ്മ പ്രപഞ്ചവും അതിൽ നിന്ന് സ്ഥൂല പ്രപഞ്ചവും ഉണ്ടായി. അപ്പൊ ഈ മായയുടെ തന്മ എന്ത്? എന്താണ് ഈ മായയുടെ തന്മ?
അതാണ് ഇനി നമുക്ക് അറിയാൻ പോകുന്നത്. അതിന്റെ ഉണ്മ എന്ത്. അപ്പൊ ആദ്യത്തെ തന്മയെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. മായയെ വിശദമായിട്ട് പറയാൻ പോകുന്നു. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മായയുടെ തന്മ ആദ്യം പറയുന്നു. ആദ്യത്തെ വാക്ക് ആ വാചകത്തിലെ ബ്രഹ്മാശ്രയ മായ. ബ്രഹ്മാശ്രയ മായ വളരെ ബേസിക് ആണ്. അത് വളരെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടുപോകരുത്. ഇത് എപ്പോഴും ഏത് ആധ്യാത്മിക കാര്യം പഠിക്കുമ്പോഴും ഇത് ഉള്ളിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ആധ്യാത്മികത നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ മനസ്സിലാവില്ല. കാരണം ഈ മായയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മാശ്രയമായ എന്നൊരു ബോധം ഉള്ളില് നിറഞ്ഞു നിന്നാൽ മാത്രമേ ആധ്യാത്മികമായിട്ടുള്ള പഠിപ്പുകൾ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിന് ഉപകരിക്കുകയുള്ളൂ. അപ്പോ ബ്രഹ്മം എന്ന തത്വത്തെ ചേർന്നിരിക്കുന്നു, ആശ്രയിച്ചിരിക്കുന്നത് ബ്രഹ്മാശ്രയ. ബ്രഹ്മം എന്ന തത്വത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ് മായ. ചേർന്നിരിക്കുന്നു. ബ്രഹ്മം എന്ന തത്വത്തെ ചേർന്നിരിക്കുന്നു. അപ്പൊ ബ്രഹ്മമില്ലെങ്കിൽ മായയുണ്ടോ? ഇല്ല. കാരണം എന്താ? ബ്രഹ്മത്തെ ചേർന്ന് മായ ഇരിക്കുന്നു. ഡിപ്പെൻഡാണ്. ആരെ ആശ്രയിച്ചിരിക്കുന്നു? അതാണ് മനസ്സിലാക്കേണ്ട പോയിന്റ്. ആരെ ആശ്രയിച്ചിരിക്കുന്നു? മായ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു, തിരിച്ചല്ല. അത് വളരെ ഓർമ്മ വേണം. മായ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു. ലോക സൃഷ്ടിക്ക് കാരണമാണെങ്കിലും തൻ്റെ സ്വന്തം നിലനിൽപ്പ് ബ്രഹ്മത്തെ ആശ്രയിച്ചാണ്. ഈ സത്യം മനസ്സിലാക്കിയാലേ ആത്മസാക്ഷാത്കാരം ഉണ്ടാവുകയാണ്. സ്വന്തമായിട്ട് നിലനിൽപ്പില്ല മായയ്ക്ക്. മായ എങ്ങനെയാ നിലനിൽക്കുന്നത്? ബ്രഹ്മത്തെ ആശ്രയിച്ച് ഈശ്വരനെ, ഇപ്പൊ നമുക്ക് തൽക്കാലം ഈശ്വരൻ എന്ന് മാത്രം എടുക്കാം. ഈശ്വരനെ ആശ്രയിച്ചു നിൽക്കുന്നു മായ. അപ്പൊ മായയെ മാറ്റിത്തരാൻ ആർക്ക് സാധിക്കും? ഈശ്വരന് സാധിക്കും. മായയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വയം നമ്മളെ ആ മായയുടെ പ്രഭാവത്തിൽ നിന്ന് മാറ്റാനും സാധിക്കും. നമ്മളെ ഗ്രഹിക്കാനും സാധിക്കും. നമ്മളിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കും. കാരണം മായ തന്നെ ആരുടെ കൺട്രോളിലാണ് നിൽക്കുന്നത്? ബ്രഹ്മത്തിന്റെ, ഈശ്വരന്റെ കൺട്രോളിലാണ്. ഇപ്പോ ചേർന്നിരിക്കുന്നു, ഈശ്വരനെ ചേർന്നിരിക്കുന്നു മായ എന്നുള്ളതിന് അപ്പൊ ഒരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, മേശയുടെ മുകളില് ഒരു പുസ്തകം ഉണ്ട്. മേശമേലൊരു പുസ്തകം ഇരിക്കുന്നു. പുസ്തകം ആരെ ഇപ്പൊ ആശ്രയിച്ചിരിക്കുന്നത്? മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകം ആരെ ആശ്രയിച്ചിരിക്കുന്നത്? മേശയെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലെ? പക്ഷേ അതുപോലെയല്ല ഇവിടെ. പുസ്തകത്തെ എടുത്ത് മാറ്റിയ പുസ്തകമുണ്ട്, മേശപ്പുറത്തിരിക്കും മേശയെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെയല്ല ഇവിടെ. ഇവിടെ ഉദാഹരണം നമ്മളും നമ്മുടെ നിഴലും പോലെ. മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം മേശയെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള പോലെ അല്ല. നാമും നമ്മുടെ നിഴലും തമ്മിലുള്ള ബന്ധം പോലെയാണ് ബ്രഹ്മവും മായയും തമ്മിലുള്ള ബന്ധം. നിഴൽ ആരെ ചേർന്നിരിക്കുന്നു? നമ്മളെ ചേർന്നിരിക്കുന്നു, അല്ലെ? നമ്മൾ അനങ്ങിയാൽ നിഴൽ അനങ്ങും. നമ്മൾ നടക്കുമ്പോൾ നിഴൽ നടക്കും. നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. നമ്മളെ ചേർന്നാണ് ഇരിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ. നാം ഇല്ലെങ്കിൽ നിഴലും ഇല്ല, ബ്രഹ്മമില്ലെങ്കിൽ മായയും ഇല്ല. അപ്പോ ഞാൻ ബ്രഹ്മം, നിഴല് മായ. അങ്ങനെ മനസ്സിലാക്കി എളുപ്പമുണ്ട്. ഞാൻ ആര്? ഞാൻ ബ്രഹ്മം. നിഴൽ ആരാണ്? നിഴല് മായ. അപ്പോ ആരാണ് അവിടെ സ്വതന്ത്രമായിട്ടുള്ള? ആരാണ് ഇവിടെ സ്വതന്ത്രമുള്ളത്? മായയാണോ സ്വതന്ത്രമായിട്ടുള്ളത്? ബ്രഹ്മമാണോ സ്വതന്ത്രമായിട്ടുള്ളത്? ഞാനാണോ സ്വതന്ത്രം? നിഴലാണോ സ്വതന്ത്രം? ഞാനാണ് സ്വതന്ത്രമായിട്ടുള്ളത്. ബ്രഹ്മമാണ് സ്വതന്ത്രമായത്. നിഴല് അല്ലെങ്കിൽ മായ സ്വതന്ത്രമല്ല. അതാണ് ബ്രഹ്മാശ്രയ മായ എന്ന് പറഞ്ഞു. അപ്പോ ബ്രഹ്മത്തെ ചേർന്നിരിക്കുന്നത് മായ. കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ
പാത്രം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നേ? കളിമണ്ണിനെ ആശ്രയിച്ചിരിക്കുന്നു. ആഭരണങ്ങൾ ഉണ്ടാക്കിയാൽ സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കിയാൽ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആഭരണങ്ങൾ സ്വർണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോ അവിടെ സ്വർണം അല്ലെങ്കിൽ ഏത് ലോഹമാണോ ഉണ്ടാക്കിയിരിക്കുന്ന ആ ലോഹം, അതുപോലെ കളിമൺ, അവയെല്ലാം സ്വതന്ത്രമാണ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ആ സ്വതന്ത്രമായ അതിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട ആഭരണങ്ങൾക്ക് എന്തു വരുന്നു? ഓരോ നാമവും ഓരോ രൂപവും വരും. കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കുമ്പോൾ ഓരോ പാത്രങ്ങൾക്ക് ഓരോ രൂപവും ഓരോ നാമവും വരുന്നു. അടിസ്ഥാനമായത് എന്താണ്? കളിമണ്ണ്. ആഭരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തുണ്ടാവുന്നു? ഓരോ ആഭരണത്തിനും ഓരോരോ രൂപങ്ങളും ഓരോരോ നാമങ്ങളും കൊടുക്കപ്പെടുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? സ്വർണം എന്ന് തന്നെയാണ്. സ്വർണം മാത്രമാണ് അടിസ്ഥാനം, കളിമണ്ണ് മാത്രമാണ് അവിടെയും അടിസ്ഥാനം. അപ്പോ സ്വതന്ത്രമായത് അതാണ്, മറ്റേത് സ്വതന്ത്രമല്ല, ഇതിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. അപ്പോ മായയ്ക്ക് സ്വതന്ത്രമായ നിലനിൽപ്പില്ലാത്തതിനാൽ അതെന്തായിരിക്കണം? സ്വതന്ത്രമായ നിലനിൽപ്പില്ലാത്തതിനെ എന്ത് പറയും? മിഥ്യാസ്വരൂപം, മിഥ്യ എന്ന് പറയും. സ്വതന്ത്രമായിട്ട് നിലനിൽപ്പില്ലാത്തതിനെ മിഥ്യ എന്ന് പറയും. ബ്രഹ്മാശ്രയാണ്. ബ്രഹ്മമുണ്ടെങ്കിലേ മായയുള്ളൂ, ബ്രഹ്മമില്ലെങ്കിൽ മായയില്ല. മായയ്ക്ക് തനിയെ നിലനിൽപ്പില്ല, ബ്രഹ്മം വേണം. നിഴലിന് തനിയെ നിലനിൽപ്പില്ല, നമ്മുടെ ശരീരം വേണം. അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു വസ്തു ഉണ്ടെങ്കിൽ നിഴലുണ്ടാവും. അതേമാതിരി ആഭരണങ്ങൾ വേണമെങ്കിൽ സ്വർണം വേണം, സ്വതന്ത്രമായ സ്വർണം വേണം. അതേപോലെ പാത്രങ്ങൾ, കളിമൺ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ സ്വതന്ത്രമായ കളിമൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്വതന്ത്രമല്ലാതെ കാണുന്നതിന്റെ പേരെന്താണ്? അതാണ് മിഥ്യ. നേച്ചർ നമ്മളിവിടെ പറയുകയാണെങ്കിൽ ഈ നേച്ചർ എന്നത് മിഥ്യയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ്. മിഥ്യയാണെങ്കിൽ, മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലെന്നല്ല അർത്ഥം, ഉള്ളതുപോലെ തോന്നി നമ്മൾ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്തത്. ആ ഇല്ലാത്തതെന്ന് പറയുന്നതിനെ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കരുത്. ഉണ്ടെന്ന് തോന്നിപ്പിച്ച് അനുഭവിപ്പിക്കുന്നത്, അതാണ് അതിന് തമ്മിലുള്ള വ്യത്യാസം. അതാണ് മായ. മായയ്ക്കും മിഥ്യയ്ക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? മായ മിഥ്യ എന്ന സ്വരൂപത്തോടു കൂടെ ഇരിക്കുന്നു. നല്ല ഗഹനമാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാലേ മനസ്സിലാവുള്ളൂ. മായയ്ക്കും മിഥ്യയ്ക്കും തമ്മിലുള്ള ബന്ധം എന്തെന്ന് വെച്ചാൽ, മായ മിഥ്യ എന്ന സ്വരൂപത്തോടു കൂടിയിരിക്കുന്നു. ആ സ്വരൂപം എന്താണ്? മിഥ്യ. നേച്ചർ എന്താണ്? മിഥ്യ. മായയുടെ സ്വരൂപം എന്താണ്? നേച്ചർ. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണശരീരവും സ്വയം ജഡമാണ്. ആണല്ലോ അല്ലെ? നേരത്തെ പറഞ്ഞത് ഓർത്ത് നോക്കിക്കോണം. ഇതെല്ലാം ജഡമാണ്. സ്ഥൂല ശരീരം ജഡമാണ്, സൂക്ഷ്മ ശരീരം ജഡമാണ്, കാരണ ശരീരം ജഡമാണ്. അല്ലല്ലോ, നമുക്ക് ഇപ്പൊ ജീവനുണ്ടല്ലോ. ആ ജീവൻ എന്താണ്? ചൈതന്യം എന്താണ്? ചൈതന്യം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം ജഡമല്ലേ? അപ്പോൾ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും സ്വയം ജഡമാണ്. സ്വയം ഓർത്തോണം. അതെല്ലാം ഒറ്റയ്ക്ക് നോക്കുമ്പോൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ സംഭവങ്ങളെല്ലാം ജഡമാണ്. കാരണം പഞ്ചഭൂതവും ജഡമാണ്. പഞ്ചഭൂതത്തെ ചൈതന്യവത്താക്കി തീർക്കുന്നത് ബ്രഹ്മമാണ്. അപ്പൊ ആ ഒരു ശക്തി ഇല്ലെങ്കിൽ ഇതെല്ലാം ജഡമാണ്. അതുപോലെ മായയും ജഡമാണ്. അതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ്. കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരം ജഡമാണ് എപ്പോൾ? അതില് ചൈതന്യം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ. അതുപോലെ മായയും ജഡമാണ്, അതില് ബ്രഹ്മത്തിന്റെ ചൈതന്യം അതിനെ പ്രവർത്തിപ്പിക്കാതിരിക്കുമ്പോൾ. അപ്പൊ ആരാണ് അവിടെ പ്രവർത്തിപ്പിക്കുന്നത്? ബ്രഹ്മത്തിന്റെ ചൈതന്യം, ഈശ്വര ചൈതന്യമാണ് മായയെ സജീവമാക്കുന്നത്. അപ്പോ മായ ബ്രഹ്മത്തിന്റെ കൂടെ ഒരു പവർഫുൾ പേഴ്സൺ എന്ന പോലെ ചേർന്നിരിക്കുന്നു. ഒരു പവർഫുൾ പേഴ്സൺ അതുപോലെ ചേർന്നിരിക്കുകയാണ് ബ്രഹ്മത്തിന്റെ കൂടെ. അപ്പൊ ആർക്കാണ് കൂടുതൽ ഗമ വേണ്ടത്? മായ ഒരു പവർഫുൾ പേഴ്സണെ പോലെ ബ്രഹ്മത്തിന്റെ കൂടെ ഇരിക്കുന്നു, കൂടെ നടക്കുന്നു, ബ്രഹ്മത്തിന്റെ കൂടെ നടക്കുക. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് മായ പറയുന്നു.
മായയ്ക്കുള്ള ശക്തിയും ബലവും ധൈര്യവും കൊടുക്കുന്നത് ആര്? ബ്രഹ്മം. പക്ഷെ സാധാരണ ഒരു പണക്കാരന്റെ കൂടെ, നല്ലൊരു റിച്ച് മാന്റെ കൂടെ, അയാളുടെ ഒരു ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ നടക്കുമ്പോ ആ കൂടെ നടക്കുന്ന ആൾക്ക് എന്താണ് ഗമ? ഞാനും സ്വയം റിച്ച് ആണെന്നുള്ള ഗമയിലായിരിക്കും നടക്കുന്നത്. അപ്പോ ഈ റിച്ച് മാന് കിട്ടുന്ന, കൂടെ നടക്കുന്ന ആ ധനികന്റെ കൂടെ നടക്കുമ്പോൾ ധനികന് കിട്ടുന്ന ആദരവുകളും കാര്യങ്ങളെല്ലാം ആർക്ക് കിട്ടും? ഈ കൂടെ നടക്കുന്ന ആൾക്കും കിട്ടും. ആക്ച്വലി കൂടെ നടക്കുന്ന ആള് അത് അർഹിക്കുന്ന ആളാണോ? ഇൻഡിവിജ്വലി നോക്കിയാലല്ല. പക്ഷെ ആരുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്? ധനികന്റെ കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ അംഗീകാരങ്ങളും അയാൾക്കും കിട്ടുന്നുണ്ട്. അപ്പൊ അയാൾക്ക് നല്ല ഗമയുണ്ടാവും. ധനികന്റെ കൂടെ നടക്കുമ്പോൾ ധനികൻ എത്രമാത്രം ഗമമുണ്ടോ അത്രയും ഗമ ഇയാളും കാണിക്കും. ഇപ്പൊ നമ്മൾ കാണാമല്ലോ, രാഷ്ട്രീയക്കാർ, മന്ത്രിമാരുടെ കൂടെ നടക്കുന്നവര്, മന്ത്രിക്ക് എത്ര ഗമയുണ്ടോ അതിനെക്കാളും വലിയ ഗമയാണ് കൂടെ നടക്കുന്ന ആൾക്ക്. വലിയ വലിയ എക്സിക്യൂട്ടീവ്സിന്റെ കൂടെ നടക്കുന്നവർക്കോ അവർക്കും അതുപോലെ. എല്ലാ ഓഫീസുകളിലും എല്ലാ സ്ഥലത്തും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ് ഈ സംഭവം. എന്നാൽ പണക്കാരന്റെ കൂടെ നടക്കുന്ന ആ ആൾക്ക് ഈ പണക്കാരന്റെ എല്ലാ പണവും അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അയാൾ ഗമ കാണിക്കുന്നുണ്ടെന്ന് ശരിയാണ്, പക്ഷെ അയാൾക്ക് എന്തെങ്കിലും അതിന് ഉപയോഗിക്കാൻ പറ്റുമോ? കൂടെ നടക്കുമ്പോൾ ഒരു ഗമ കാണിക്കും, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരു മന്ത്രിയുടെ കൂടെ നടക്കുമ്പോൾ ഗമ കാണിക്കുമ്പോൾ ആ മന്ത്രിയുടെ അധികാരങ്ങളെ മുഴുവൻ ഇയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അവനവന്റെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പണക്കാരന്റെ കൂടെ നടക്കുമ്പോൾ കൂടെ നടന്ന് ഗമ കാണിക്കാന്നല്ലാതെ ആ പണം എടുക്കാൻ പറ്റുമോ? അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആ പണം മുഴുവൻ എടുത്ത് ഇയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനെ ആര് സമ്മതിക്കണം? ആരുടെ പെർമിഷൻ വേണം? ആരുടെ അനുഗ്രഹം വേണം? ആരുടെ കൂടെയാണോ നടക്കുന്നത് അവരുടെ അനുഗ്രഹം വേണം. അപ്പോ പണക്കാരന്റെ എല്ലാ പണവും അയാൾക്ക് പ്രയോജനപ്പെടാത്തതുപോലെ, പക്ഷെ ചിലപ്പോൾ അയാള് പണക്കാരന്റെ പേരും പെരുമയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ചില സമയങ്ങളിൽ പേരും പെരുമയും പ്രയോജനപ്പെടുത്തും. അയാൾ പണം മുഴുവൻ പ്രയോജനപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ ബ്രഹ്മത്തിന്റെ ചില ഗുണങ്ങളെ ശ്രദ്ധിക്കണേ. ബ്രഹ്മത്തിന്റെ ചില ഗുണങ്ങളെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഈ ഭാഗം. ഒരു പണക്കാരന്റെ പേരും പെരുമയും കൂടെ നടക്കുന്ന വ്യക്തി പല സമയങ്ങളിലും ഉപയോഗിച്ചേക്കാം. അതേസമയം പണക്കാരന്റെ എല്ലാ പണവും അയാൾക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയുമില്ല. അതുപോലെ ബ്രഹ്മത്തിന്റെ ചില ഗുണങ്ങളെ മായ ഉപയോഗിക്കും, അത് സ്വീകരിക്കും, എന്നിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മായ ചില ഗുണങ്ങളെ, ബ്രഹ്മത്തിന്റെ ചില ഗുണങ്ങളെ സ്വീകരിച്ച് അത് ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യും. അപ്പോ മായ പ്രവർത്തിക്കുന്നത് ബ്രഹ്മത്തിന്റെ ചില ഗുണങ്ങളെ എടുത്തുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കാനാണ് ഇത്രയും പറഞ്ഞു. മായ ഇൻഡിവിജ്വലി നിലനിൽപ്പില്ല, ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു, ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നു. ഈശ്വരന്റെ ചില ഗുണങ്ങളെ, ചില കഴിവുകളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ടല്ലോ. എടുക്കലും സ്വീകരിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബലമായിട്ട് എടുക്കുന്ന, സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ തരുമ്പ മേടിക്കുന്നതാ. അപ്പൊ ഇവിടെ ആര് കൊടുക്കണം മായയ്ക്ക് ഈ ഗുണങ്ങളെ? ബ്രഹ്മം കൊടുത്താലേ പറ്റുള്ളൂ. ഈശ്വരൻ കൊടുക്കും മായയ്ക്ക്. ഈശ്വരന്റെ തന്നെ ആശ്രയമായിരിക്കുന്നത് കൊണ്ട് ഈശ്വരൻ മായയ്ക്ക് ഈ ഗുണങ്ങളെ കൊടുക്കും. ആ ഗുണങ്ങൾ എടുത്ത് മായ പ്രവർത്തിക്കും. അപ്പോ എങ്ങനെയാണ് മായ ബ്രഹ്മത്തിൽ നിന്ന് അത് സ്വീകരിക്കുന്നത്? അതിനും ഇവിടെ ഒരു വഴികൾ പറയുന്നു. രണ്ട് കാര്യങ്ങൾ സ്വീകരിച്ചു. എന്തിനെയാണ് സ്വീകരിക്കുക? എങ്ങനെയല്ല, എന്തിനെയാണ് സ്വീകരിക്കുന്നത്? രണ്ട് കാര്യങ്ങളെ സ്വീകരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. ഒന്ന്, വെരി എക്സിസ്റ്റൻസ്, അതിന്റെ നിലനിൽപ്പ് തന്നെ ആരിൽ നിന്നാണ് സ്വീകരിച്ചത്? മായയുടെ സ്വയമായിട്ടുള്ള നിലനിൽപ്പിനെ എവിടെ നിന്ന് സ്വീകരിച്ചു? ബ്രഹ്മത്തിൽ നിന്ന് സ്വീകരിച്ചു. ഇപ്പോ നിഴലിന്റെ കാര്യം പറയുമ്പോ ചെറിയ നിഴല്, വലിയ നിഴല് ഒക്കെ ഉണ്ടാവുമല്ലോ. ചില സമയത്ത് നട്ടുച്ചയ്ക്ക് നോക്കുമ്പോൾ ചെറിയ നിഴലായിരിക്കും, ഈവനിങ്ങിലും മോർണിംഗിലും നോക്കുമ്പോൾ വലിയ നിഴലായിരിക്കും. പക്ഷെ നിഴല് വേണമെങ്കിൽ ആര് വേണം? ഒബ്ജക്റ്റ് വേണം. ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലേ നിഴലുണ്ടാവും. അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് നിഴലുണ്ടാകുന്നു. അപ്പോ നിഴലിന്റെ എക്സിസ്റ്റൻസ് എന്തുകൊണ്ടുണ്ടായി? ഭഗവാനിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ
തന്റെ എക്സിസ്റ്റൻസ് തന്നെ അങ്ങോട്ട് സ്വീകരിക്കുക. നിഴല് തന്നെ അങ്ങോട്ട് ഉണ്ടാവുകയാണ് ഭഗവാനിൽ നിന്ന്, നിഴലുണ്ടാകുന്നു. അപ്പൊ ഒരു എക്സിസ്റ്റൻസ് അവിടെ ഇല്ലേ? അതുകൊണ്ടാണ് ബ്രഹ്മാശ്രയ ത്രിഗുണാത്മിക മായ അസ്ഥി എന്ന് പറയും. മായ ഉണ്ട് എന്ന് പറയുന്ന കാരണം നിഴലുണ്ട് എന്ന പോലെ ആ ഉണ്ട് എന്ന ആ നിലനിൽപ്പിനെ ആര് സ്വീകരിച്ചു? മായ സ്വീകരിച്ചു. ഭഗവാനിൽ നിന്ന് ഉണ്ട് എന്നുള്ള അവനവന്റെ ആ എക്സിസ്റ്റൻസിനെ സ്വീകരിച്ചു. ബ്രഹ്മം സത് ആണ്, അറിയാലോ, നേരത്തെ പഠിച്ചതാണ്. സച്ചിത് ആനന്ദത്തിലെ ബ്രഹ്മം സത് ആണ്. അതുപോലെ തന്നെ ഇതും ഒരു സത്തിന്റെ അംശമായിട്ട് നിലനിൽക്കുന്നു. ഇനി രണ്ടാമത്തെ ചേതനത്വം. അപ്പൊ ഉണ്ട്, മായയുണ്ട്, ഉറപ്പായല്ലോ. ഇനി അതിന് ചേതനത്വം. നേരത്തെ ജഡമായ കാരണ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ ചൈതന്യമാണ് ജീവനുള്ളതാക്കി മാറ്റുന്നത്, ചൈതന്യ സ്വരൂപമാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ അതെല്ലാം ജഡമാണ്, പഞ്ചഭൂതങ്ങളെ പോലെ. പഞ്ചഭൂതങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ചൈതന്യമാണ്, ഈശ്വരന്റെ ചൈതന്യം അഥവാ ബ്രഹ്മത്തിന്റെ ചൈതന്യം. അപ്പോ ചേതനത്വം അഥവാ ഉണർവ്, അല്ലെങ്കിൽ പിന്നെന്താണ് പറഞ്ഞത്? സച്ചിത്ത് ആണെന്ന്. ചിത്ത് എന്ന് പറഞ്ഞു അല്ലെ? ചിത്ത് എന്ന് പറഞ്ഞ ആ അറിവ്, ഇതിനെയും ഇവിടെ സ്വീകരിക്കുന്നു. സത്തിനെയും സ്വീകരിക്കുന്നു, ചിത്തിനെയും സ്വീകരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ സത്തും ചിത്തും എന്താണെന്ന് വളരെ വിശദമായിട്ട് നേരത്തെ പഠിച്ചു നമ്മൾ. ആ പഠിച്ചതൊക്കെ ഓർക്കണം. അതിലെ സത്തിനെ സ്വീകരിച്ചു, ചിത്തിനെയും സ്വീകരിച്ചു. അപ്പൊ ഉണ്ട് എന്നും ഉണർവുമായിട്ടും മായ പ്രവർത്തിക്കാൻ തരുന്നു. അപ്പൊ ചൈതന്യത്തെ ബ്രഹ്മത്തിൽ നിന്ന് സ്വീകരിക്കുന്നതിനാൽ ബ്രഹ്മം സത്സ്വരൂപം, ചിത് സ്വരൂപം അല്ലെ? ബ്രഹ്മം എന്താണ്? സത്സ്വരൂപമാണ്, ചിത് സ്വരൂപമാണ്. ഇനി ബ്രഹ്മത്തിൽ നിന്ന് ഇതിനെ സ്വീകരിക്കുമ്പോൾ എന്തായി ഇവിടുത്തെ കാര്യം? കണ്ണാടിയിലെ സൂര്യൻ പ്രതിബിംബമാണെങ്കിലും കണ്ണാടി സൂര്യന്റെ പ്രതിബിംബത്തെ വാങ്ങുന്നത് പോലെ, കണ്ണാടി സൂര്യന്റെ പ്രതിബിംബത്തെ വാങ്ങുന്നത് പോലെ ബ്രഹ്മത്തിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ച് അവനവന് തന്മയെ ഉണ്ടാക്കി തീർക്കുന്നു മായ. ആക്ച്വലി കണ്ണാടിയിൽ സൂര്യനില്ല, പക്ഷെ സൂര്യന്റെ പ്രതിബിംബത്തെ വാങ്ങുന്നു. അപ്പൊ നമുക്ക് കണ്ണാടിയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ആ സൂര്യനെ കാണാം. അതുപോലെ മായ സൂര്യനിൽ നിന്ന് കണ്ണാടി ചൈതന്യത്തെ സ്വീകരിക്കുന്ന പോലെ ഭഗവാനിൽ നിന്ന്, ബ്രഹ്മത്തിൽ നിന്ന് ചൈതന്യത്തെ സ്വീകരിച്ച് അവനവന്റെ നിലനിൽപ്പിനെ ഉണ്ടാക്കും, അവനവന്റെ തന്മയെ ഉണ്ടാക്കും. തിരിച്ചു നോക്കിയാൽ മായയില്ല. കണ്ണാടിയെ പൊട്ടിച്ച് അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. പിരിച്ചു നോക്കിയാൽ മായയില്ല. ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് ചേർന്നിരിക്കുന്നതായ ചൈതന്യം സ്വീകരിച്ച് ബ്രഹ്മം പോലെ കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് മായ, ബ്രഹ്മാശ്രയമായ. ബ്രഹ്മത്തിനോട് ചേർന്നിരുന്ന് ബ്രഹ്മത്തിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ച് ബ്രഹ്മത്തെ പോലെ, കാരണം എന്താ? സച്ചിത് ആണ് ബ്രഹ്മം. അതുപോലെ സച്ചിത്തിനെ ഇവിടെ സ്വീകരിക്കുന്നു. മായയുണ്ട്, മായയ്ക്ക് ചൈതന്യവും ഉണ്ട്. അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ഞാൻ നടക്കുമ്പോഴും ഞാൻ അനങ്ങുമ്പോഴും നിഴലും നടക്കും, നിഴലും അനങ്ങും. ഞാൻ നടക്കുമ്പോൾ നിഴൽ നടക്കും, ഞാൻ അനങ്ങുമ്പോൾ നിഴൽ അനങ്ങും. എന്നാൽ നിഴലിന് തനിയെ നിലനിൽപ്പുണ്ടോ? ഇല്ല. മായ ബ്രഹ്മത്തിൽ നിന്ന് സത് ചിത്ത് രണ്ടിനെയും സ്വീകരിച്ചു. സത് എന്നാൽ ഉണ്ട് എന്നതും ചിത് എന്നാൽ ജ്ഞാനത്തെയും സ്വീകരിച്ചു. രണ്ടിനെയും സ്വീകരിച്ചു. സൃഷ്ടിക്ക് ഉള്ള അറിവ് വേണ്ടേ, ജ്ഞാനം വേണ്ടേ, അതിനെയും സ്വീകരിച്ചു. ആഭരണത്തെ എടുക്കുമ്പോൾ അതിന്റെ നാമരൂപങ്ങൾ മനസ്സിൽ ആദ്യം വരും. ഒരു ആഭരണത്തെ എടുക്കുമ്പോൾ എന്താണ് ആദ്യം വരിക? നാമരൂപമല്ലേ വരിക. നെക്ലസ് എന്ന് പറയുമ്പോൾ എടുക്കുമ്പോൾ നെക്ലസിന്റെ ആകൃതി, അതിന്റെ നാമം. വളയെടുക്കുമ്പോൾ വള, അതിന്റെ രൂപങ്ങള്, കാര്യങ്ങള്. മോതിരം ആവുമ്പോ അങ്ങനെ.
ഇല്ലേ? ഏതിനൊരു പാത്രം എടുക്കുമ്പോൾ അതിന്റെ ഏത് ഷേപ്പാണോ അതാണ് ആദ്യം വരിക. അതിന് കൊടുത്തിരിക്കുന്ന പേരും നാമരൂപങ്ങളാണ് ആദ്യം വരിക. രണ്ടാമതേ അത് ഏതിൽ നിന്നുണ്ടായിരിക്കുന്നുവോ അത് രണ്ടാമതേ നമ്മുടെ മനസ്സിൽ വരുന്നു. സ്വർണം എന്നുള്ളത് പിന്നീടേ വരുന്നുള്ളൂ. ആദ്യം കാണുന്നത് നെക്ലസ്, വള, നാമരൂപങ്ങളാണ്. പിന്നെയാണ് അതിനകത്ത് സ്വർണമാണോ വെള്ളിയാണോ ചെമ്പാണോ എന്നുള്ളതിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നത്. ഫസ്റ്റ് പോകുന്നത് നാമരൂപത്തിലേക്കായിരിക്കും. അതുപോലെ ആദ്യം നമ്മള് മായയെ കാണും, മായയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മത്തെ ഓർക്കില്ല. അതാണ് അജ്ഞാനത്തിന്റെ പ്രത്യേകത. അവിദ്യയുടെ പ്രത്യേകത ഇതാണ്. ആദ്യം നമ്മൾ നാമരൂപങ്ങളിൽ മയങ്ങിപ്പോകും. അതിന്റെ പുറകിലുള്ള ആ ബ്രഹ്മത്തെ, ഈശ്വരനെ നമ്മൾ ഓർക്കില്ല. അതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. അത് അജ്ഞാനമാണ്. അത് എന്നുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അപ്പോ ആഭരണത്തെ എടുക്കുമ്പോ എനിക്ക് സ്വർണം വേണ്ട, ആഭരണം മാത്രം മതി എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് നെക്ലസ് മതി, സ്വർണം വേണ്ട, അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. ഏത് ലോകമാണോ ആ ലോകത്തോടു കൂടിയേ നാമരൂപത്തെ സ്വീകരിക്കാൻ പറ്റും. എനിക്ക് പാത്രം മതി, കളിമണ്ണ് വേണ്ട, അങ്ങനെ പറയാൻ പറ്റില്ല. നാമരൂപത്തോടു കൂടി അതിന്റെ ഏതിൽ നിന്നാണോ അത് ഉണ്ടായത് അതിനെയും കൂടെ സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ മായയെ എടുക്കുമ്പോൾ ബ്രഹ്മത്തെ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ മായയെ നമ്മൾ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതോടുകൂടി കോൺഷ്യസ്നസ് എന്ന ആ ബ്രഹ്മതത്വത്തെയും കൂടി നമ്മൾ എടുക്കുന്നു. മായയുടെ അടുത്ത് ബ്രഹ്മത്തിൽ നിന്ന് നേടിയ കോൺഷ്യസ്നസ് ആണുള്ളത്. അതും കൂടി നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അങ്ങനെയാണ് മായ ജോലി ചെയ്യുന്നത്. മായയുടെ പ്രവൃത്തികൾ ചെയ്യുന്നത് അങ്ങനെയാണ്. മായയോട് ബ്രഹ്മത്തിന്റെ അംശവും ചേർത്ത് നോക്കുമ്പോൾ അതിന്റെ പേരാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈശ്വരൻ. അങ്ങനെയാണ് ശരിക്കും വേദാന്തം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മം, മായ ബ്രഹ്മത്തിന്റെ ശക്തിയെ ഉപയോഗിച്ചു വരുമ്പോൾ അതാണ് ഈശ്വരൻ. അങ്ങനെയാണ് വേദാന്തം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മവും ഈശ്വരനും ഒന്ന് തന്നെ എങ്കിലും മായയെ പ്രവർത്തിപ്പിച്ച് തുടങ്ങുമ്പോഴാണ് ഈശ്വരൻ എന്നുള്ള നാമത്തിലേക്ക് പോകേണ്ടത്. വേദാന്ത പ്രകാരം ഈശ്വരൻ ഈസ് ഈക്വൽ ടു ബ്രഹ്മം പ്ലസ് ബ്രഹ്മത്തിനകത്ത് തന്നെയുള്ള മായയെ പ്രവർത്തനക്ഷമമാക്കിയ ശേഷം. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോ ആ ബ്രഹ്മം പ്ലസ് മായ, അതായത് ബ്രഹ്മാശ്രയമായ, ബ്രഹ്മത്തെ ആശ്രയിക്കുന്ന മായയും കൂടെ ചേർന്ന് ആ പ്രവർത്തനത്തിന് ഉള്ള സൃഷ്ടികർത്ത അതാരാണ്? അതാണ് ഈശ്വരൻ. ആ സൃഷ്ടികർത്ത എന്നുള്ളൊരു ലെവല് വരുന്ന എപ്പോഴാണ്? മായ സത്തും ചിത്തിനെയും ബ്രഹ്മത്തോട് ചേർന്നിരിക്കുന്ന മായ, ബ്രഹ്മത്തിന്റെ തന്നെ ശക്തിയായ മായ, ബ്രഹ്മത്തിന്റെ തന്നെ സത്തിനെയും ചിത്തിനെയും ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഉള്ള പേരാണ് ഈശ്വരൻ. അപ്പോ മായ ലോകത്തെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പറയാറില്ല. നമ്മൾ എന്താ പറയാറ്? ഈശ്വരൻ ലോകത്തെ സൃഷ്ടിച്ചു എന്നാണ് പറയാറ്. എങ്ങനെ സൃഷ്ടിച്ചു? ബ്രഹ്മാശ്രയമായ സച്ചിത്തിനെ സ്വീകരിച്ച് സൃഷ്ടിച്ചു. അതാണ് ഈശ്വരൻ. അപ്പൊ ഈശ്വരൻ ആണ് ലോകത്തെ സൃഷ്ടിച്ചത്. മായ ലോകത്തെ സൃഷ്ടിച്ചു എന്ന് പറയാറില്ല. അപ്പൊ മായയുടെ തലവനായതിനാൽ ഈശ്വരനെ വേറൊരു പേരൂടെ പറയും, മായാവി എന്നുകൂടെ പറയും. മായയുടെ തലവനായ ഈശ്വരനെ മായാവി എന്നുകൂടെ പറയും. ഭഗവാൻ കൃഷ്ണനെ മായാവി എന്ന് പറയുന്നില്ലേ? എല്ലാ ഈശ്വരന്മാരും മായാവി തന്നെയാണ്. ആ ഈശ്വരൻ കാരണ പ്രപഞ്ച രൂപം ആണ്. അപ്പം ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഓർമ്മ വരണം, മായ പ്ലസ് ബ്രഹ്മം പ്ലസ് മായയാണെന്ന് ഓർമ്മ വരണം. ആ ഈശ്വരൻ കാരണ പ്രപഞ്ച സ്വരൂപം ആണ്. കാരണ പ്രപഞ്ച സ്വരൂപം ആണ്. സ്ഥൂല സൂക്ഷ്മ സൃഷ്ടിക്ക് കാരണമായി, കർത്താവായി അദ്ദേഹം ഇരിക്കുന്നു. സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചത്തിന് കാരണമായി, സൃഷ്ടികർത്താവായി ആര്? കാരണം ഇരിക്കുന്നു. കാരണം ആരാണ്?
മായ പ്ലസ് ബ്രഹ്മം ഈശ്വരൻ. മായ പ്ലസ് മായയുടെ ഉള്ളിലെ അറിവ്, അതാണ് സച്ചിത്ത് ഉണ്ടെന്ന് പറയാൻ കാരണം. മായയ്ക്ക് എങ്ങനെ അറിവുണ്ടായി? മായയിൽ ബ്രഹ്മത്തിന്റെ അറിവ് പ്രവർത്തിക്കുന്നു. മായയ്ക്ക് എങ്ങനെ ചൈതന്യം ഉണ്ടായി? മായയിൽ ബ്രഹ്മത്തിന്റെ ചൈതന്യം പ്രവർത്തിക്കുന്നു. അപ്പൊ സത്ത് ചിത്തും കൂടെ മായ സ്വീകരിക്കുന്നു. ആരിൽ നിന്ന്? ബ്രഹ്മത്തിൽ നിന്ന്. അപ്പോൾ മായയ്ക്ക് എന്തുണ്ടായി? സൃഷ്ടി ചെയ്യാനുള്ള അറിവ് ഉണ്ടായി. അപ്പോ ആ മായയുടെ ഉള്ളിലുള്ള അറിവെടുത്തുകൊണ്ട് ഭൂലോകത്തെ, എല്ലാ ലോകം, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. അപ്പൊ ഈശ്വരൻ ഏത് തരം കാരണമായിരിക്കുന്നു എന്നാൽ, കളിമൺ ഇല്ലാതെ പാത്രം ഉണ്ടാവുകയില്ല, സ്വർണമില്ലാതെ ആഭരണം ഉണ്ടാവുകയില്ല. അതുപോലെ ബ്രഹ്മമില്ലാതെ മായയ്ക്ക് സൃഷ്ടി നടത്താൻ പറ്റില്ല. അപ്പൊ സത്തിനെയും ചിത്തിനെയും സ്വീകരിച്ച് സൃഷ്ടി നടത്തുന്നു. മാത്രമല്ല, സ്വർണത്തിൽ നിന്ന്, സ്വർണമില്ലാതെ പാത്രം പറ്റില്ല, കളിമണ്ണില്ലാതെ പാത്രം പറ്റില്ല, സ്വർണമില്ലാതെ ആഭരണം പറ്റില്ല. ഇത് മാത്രം മതിയോ? പോരാ. സ്വർണം മാത്രം ഉണ്ടെങ്കിൽ ആഭരണം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കളിമൺ മാത്രമാണെങ്കിൽ ആ പാത്രം ഉണ്ടാവുമോ? ഉണ്ടാവുകയില്ല. പിന്നെന്ത് വേണം? അതിന് ഒരു അറിവും കൂടണം. പാത്രമാക്കാനുള്ള അറിവ്, ആഭരണമാക്കാനുള്ള അറിവ്, ആ ജ്ഞാനവും കൂടി വേണം. തനിയെ ഉണ്ടാകത്തില്ല. ചുമ്മാ ഒരു സ്വർണ്ണം കട്ടി വെച്ച പാത്രം, അതിനകത്ത് ആഭരണങ്ങൾ ഉണ്ടാവും? ഇല്ല. അപ്പൊ എന്ത് വേണം? അറിവ് വേണം. അതിൽ നിന്ന് ആഭരണത്തെ ഉണ്ടാക്കാനുള്ള അറിവ് വേണം. അതിനെ പലതാക്കി മാറ്റി കൊണ്ടുവരാനുള്ള അറിവ് വേണം. ആ അറിവിനെയാണ് ഇവിടെ ചിത്ത് എന്ന് പറഞ്ഞ് ബ്രഹ്മത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. ശരിക്കും നോക്കുമ്പോ ഈ കളിമൺ പാത്രം ഉണ്ടാക്കുന്ന ആള് വേറെ, കളിമണ്ണ് വേറെ, സ്വർണം വേറെ, അതുകൊണ്ട് ആഭരണം ഉണ്ടാക്കുന്ന ആള് വേറെ. എന്നാൽ ചില സ്ഥലങ്ങളിൽ അറിവും ആ വസ്തുവും ഒരേ ആളിൽ നിന്ന് വരും. വളരെ പ്രധാനപ്പെട്ട ഭാഗം, വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗം. കളിമൺ പാത്രം ഉണ്ടാക്കണമെങ്കിൽ കളിമണ്ണ് വേണം, ഒരാൾ ഉണ്ടാക്കാൻ വേണം, അയാൾക്ക് ഉണ്ടാക്കാനുള്ള അറിവ് വേണം. ആഭരണം ഉണ്ടാക്കണമെങ്കിൽ സ്വർണം വേണം, ഒരാൾ വേണം, അതുണ്ടാക്കാനുള്ള അറിവ് വേണം. അപ്പോൾ ആളും വേണം, സ്വർണവും വേണം, രണ്ടും വേണം, ഒരു വസ്തുവും വേണം. പക്ഷേ വേറെ ചില സന്ദർഭങ്ങളിൽ വേറെ വസ്തു വേണ്ട, ഈ ആള് മാത്രം മതി, വേറെ വസ്തു ആവശ്യമില്ല. കാരണം അയാളിൽ തന്നെ ആ വസ്തു ഇരിക്കുന്നു, അയാളിൽ ആ അറിവിരിക്കുന്നു. രണ്ടു വേണ്ട അവിടെ. നമ്മൾ പഠിച്ചതാണ് നേരത്തെ, ഒരു ഉപനിഷത്തെ ഭംഗിയായിട്ട് പഠിച്ചതാണ്. ഓർമ്മയൊന്ന് ഓർത്തു നോക്കുക. ചിലന്തി, ചിലന്തി ശാസ്ത്രത്തിൽ പറയുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് ചിലന്തി. ചിലന്തി വല എവിടുന്ന ഉണ്ടാവണേ? പുറത്തുനിന്ന് എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് വന്നിട്ടാണോ ചിലന്തി വല ഉണ്ടാക്കുന്നേ? ആണോ? നൂല് മേടിച്ചുകൊണ്ട് വന്നിട്ടാണോ? അല്ല. ചിലന്തി അവനവനിൽ നിന്ന് തന്നെ ആ വലയ്ക്കുള്ള മെറ്റീരിയൽ അവനവനിൽ തന്നെയുണ്ട്. ഇനി ഉണ്ടാക്കാനായിട്ട് എവിടെയെങ്കിലും പോയി പഠിച്ചോ? എൻ്റെ കയ്യില് വലയൊക്കെ ഉണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്, എനിക്കിത് ഉണ്ടാക്കാൻ ഒരു പഠിപ്പിച്ചു തരാവോ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോയി ആരെങ്കിലും ഗുരുനാഥൻ പഠിപ്പിച്ചു കൊടുത്തോ വലയുണ്ടാക്കാൻ? ഇല്ല. അപ്പൊ അറിവും ചിലന്തിയിലുണ്ട്, മെറ്റീരിയലും, വലയുണ്ടാക്കാനുള്ള മെറ്റീരിയലും ചിലന്തിയിൽ തന്നെ ഉണ്ട്. ഇതുപോലെയാണ് ഈശ്വരനിൽ നിന്ന് ലോകം എന്ന തത്വം ഉണ്ടാകുന്നത്. മായയ്ക്ക് ഈശ്വരനിൽ, അതായത് ഈശ്വരൻ എന്ന് പറയുമ്പോൾ മായ പ്ലസ് ബ്രഹ്മം പ്ലസ് മായ. അപ്പോ ആ മായയിൽ ഈശ്വരനിൽ നിന്നുള്ള ചൈതന്യവും ഈശ്വരനിൽ നിന്നുള്ള അറിവും അവിടെ ഉണ്ട്. രണ്ടും മായയുടെ കയ്യിൽ ഉണ്ട്. ചിലന്തിയുടെ കയ്യിൽ അറിവും മെറ്റീരിയലും ഉള്ള പോലെ മായയില് ഇത് രണ്ടും ഉണ്ട്. ഈശ്വരന്റെ കൈവശമുള്ള മായ രൂപമാറ്റം മൂലം, പരിണാമം മൂലം ലോകമായി മാറുന്നു. ഈശ്വരന്റെ വശം ഉള്ള മായ, മായ പ്ലസ് ബ്രഹ്മം പ്ലസ് മായ എന്ന് പറഞ്ഞു, അതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. അപ്പോ ആ ഈശ്വരന്റെ പക്കലുള്ള മായ പരിണാമം മൂലം ലോകമായി മാറുന്നു. പരിണാമമാണ് അവിടുത്തെ പ്രക്രിയ. രണ്ടും മെറ്റീരിയലും അവിടെ തന്നെയുണ്ട്.
അറിവും അവിടെ തന്നെയുണ്ട്, മായയിൽ തന്നെയുണ്ട്. ഇനി മായ സ്വയം പരിണാമത്തിന് വിധേയമാകുന്നു, പ്രപഞ്ചമായി പരിണമിക്കുന്നു. അങ്ങനെയാണ് സൃഷ്ടി തുടങ്ങാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇത്രയും കാര്യങ്ങൾ വളരെ വീണ്ടും വീണ്ടും ചിന്തിച്ചു നോക്കുക. ഒന്നുമില്ല, സിമ്പിളാണ്. ചിലന്തിയില് വലയുണ്ടാക്കാനുള്ള അറിവും അതിനുള്ള സാമഗ്രികളും അതിനകത്ത് തന്നെ ഉണ്ട്. അതുപോലെ ഈശ്വരൻ മായയില് ഈ അറിവും അതിനുള്ള മെറ്റീരിയലും ഉണ്ട്. അത് ആര് കൊടുത്തു എന്ന് ചോദിച്ചാൽ ബ്രഹ്മം തന്നെ കൊടുത്തു. ബ്രഹ്മം എന്ന ഒരേ ഒരു ശക്തിയുള്ളൂ. ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു മായ. ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല, ബ്രഹ്മത്തിന്റെ തന്നെ ഒരു ശക്തി. ആ ശക്തിക്ക് ചില കഴിവുകളെ കൊടുത്ത് ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ മായയെ എങ്ങനെ കാണണം? ബ്രഹ്മമായി തന്നെ കാണണം. അങ്ങനെ കണ്ടാലേ നമ്മൾ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോ ഈശ്വരൻ തന്നെയാണ് മായ. എന്തായി മായയിൽ നിന്ന് വന്ന സൃഷ്ടിയും ഈശ്വരൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തത്വബോധം. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെള്ളിയാഴ്ച ക്ലാസ്സില്ല, ഇനി തിങ്കളാഴ്ചയേ ഉള്ളൂ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം സർ. സായിരാം. സായിരാം സർ. സായിരാം.